നമസ്കാരം. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് നേടിയ ചരിത്ര ജയത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ മേധാവിത്വം പൂർണ്ണമായി ഉറപ്പിക്കുകയാണ് BJP. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ പശ്ചിമ ബംഗാളിലെ ഐതിഹാസിക വിജയവും അസമിലെ ഹാട്രിക് നേട്ടവും ഉൾപ്പെടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് BJPയുടെ കരുത്തുറ്റ തിരിച്ചുവരവിനാണ്. 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ കേവലം 4 സംസ്ഥാനങ്ങളിലെ ഭരണമായിരുന്നു BJPയുടെ കൈവശമെങ്കിൽ 12 വർഷങ്ങൾക്കിപ്പുറം കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 22 ഇടങ്ങളിൽ NDA ഭരണം വ്യാപിപ്പിച്ചു എന്നത് ഒരു രാഷ്ട്രീയ വിസ്മയമായി മാറുകയാണ്. ബംഗാളിലെ വിജയത്തിന് പിന്നാലെ ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ താമര വിരിഞ്ഞുവെന്നാണ് ഈ നേട്ടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. ബംഗാളിലെ വിജയത്തിനു ശേഷം BJP ഇനി ലക്ഷ്യമിടുന്നത് പഞ്ചാബിനെയാണ്. അടുത്ത വർഷത്തോടെ മുഖ്യമന്ത്രിമാരുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കാനാണ് പാർട്ടി പദ്ധതിയിടുന്നത്. 2018 മാർച്ചിൽ NDA കൈവരിച്ച 21 സംസ്ഥാനങ്ങൾ എന്ന റെക്കോർഡിനൊപ്പമാണ് ഇപ്പോൾ സഖ്യം എത്തി നിൽക്കുന്നത്. 70കളുടെ അവസാനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കൈവരിച്ച ചരിത്രപരമായ നേട്ടത്തോടെ ഇതിനെ ഉപമിക്കാം. 2014 രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയുടെ 34% ജനസംഖ്യയുടെ 4/1 മാത്രം ഒതുങ്ങി നിന്ന BJPയുടെ സ്വാധീനം 2019 74% ഭൂവിസ്തൃതിയിലേക്കും 69% ജനസംഖ്യയിലേക്കും വ്യാപിച്ചിരുന്നു. എന്നാൽ 2018 അവസാനത്തിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ നഷ്ടമായതോടെ ഇന്ത്യയുടെ പതനം ആരംഭിച്ചുവെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റിയെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഫലങ്ങൾ. നിലവിൽ രാജ്യത്തെ 17 സംസ്ഥാനങ്ങളിൽ BJPക്ക് സ്വന്തമായി മുഖ്യമന്ത്രിമാരുണ്ട്. ഉത്തർപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, ഹരിയാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങൾ BJPക്കൊപ്പം നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും ശക്തമായ സഖ്യകക്ഷികളോടൊപ്പമാണ് പാർട്ടി ഭരണം നടത്തുന്നത്. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളം, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിലാണെങ്കിലും ആന്ധ്രയിലും തെലങ്കാനയിലും BJP തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു വരികയാണ്. തമിഴ്നാട്ടിൽ വിജയ് നയിക്കുന്ന TVK അധികാരത്തിലേക്ക് നീങ്ങുമ്പോൾ BJP അവിടെയും തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ വിജയം BJPയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തിരഞ്ഞെടുപ്പ് വിജയമല്ല, മറിച്ച് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അധിനിവേശമാണ്. ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെ താമര വിരിഞ്ഞു എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഈ വിജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ എന്നീ ഗംഗാതടങ്ങളിലെല്ലാം BJP ഭരണമെത്തിയത് രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിലെ വലിയ മാറ്റമാണ്. എന്നാൽ മഹാരാഷ്ട്രയിൽ സഖ്യം പൊളിഞ്ഞതും ജാർഖണ്ഡിലെ പരാജയമാണ് ഈ കാലയളവിൽ BJPക്കുണ്ടായ പ്രധാന തിരിച്ചടികൾ. കൂടുതൽ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തിയെങ്കിലും ദക്ഷിണേന്ത്യയിലെ കേരളം, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ BJP വിരുദ്ധരായ കോൺഗ്രസിന്റെ പക്കലാണ്. തമിഴ്നാട്ടിൽ BJP പ്രത്യയശാസ്ത്ര ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്ന TVKയാണ് അധികാരത്തിലെത്താൻ പോകുന്നത്. കൂടാതെ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും ഇപ്പോൾ BJPക്കൊപ്പമല്ല. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിനൊപ്പമുള്ള സർക്കാരിൽ പങ്കാളിയാണ് BJP. ദക്ഷിണേന്ത്യയിൽ BJPക്ക് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ് കർണാടകയും ആന്ധ്രാപ്രദേശും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 272 സീറ്റുകൾ സ്വന്തമായി നേടാൻ BJPക്ക് സാധിക്കാതെ പോയതും സീറ്റുകളുടെ എണ്ണം 240ലേക്ക് താഴ്ന്നതും പാർട്ടിയുടെ തകർച്ചയുടെ തുടക്കമായി പല നിരീക്ഷകരും വിലയിരുത്തിയിരുന്നു. എന്നാൽ JP നദ്ദയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ പുനഃസംഘടിപ്പിച്ചും ബംഗാളിലെ സ്ത്രീ സുരക്ഷ പോലുള്ള പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയും പാർട്ടി ശക്തമായ പ്രതിരോധം തീർത്തു. ജനങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വ്യത്യസ്തമായ രീതിയിലാണ് വോട്ട് ചെയ്യുന്നതെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ഓരോ സംസ്ഥാനത്തും കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞതാണ് ഈ വിജയത്തിന് പിന്നിലെ രഹസ്യം. അടുത്ത ലക്ഷ്യം പഞ്ചാബാണെന്ന് BJP നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭാരതത്തിലെ ജനസംഖ്യയുടെ 72% ഭരിക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ന് NDA സഖ്യത്തിന്റെ തോളിലാണ്. 2018 തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭരണപരമായ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് BJP ഇനി ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് ഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിയും കൈവരിക്കാത്ത അസാമാന്യമായ രാഷ്ട്രീയ മേധാവിത്വമാണ് നരേന്ദ്രമോദിയുടെ കീഴിൽ BJP ഇപ്പോൾ ആഘോഷിക്കുന്നത്.